സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ CPIM പ്രതിഷേധം. EMSനെയും ജനപ്രതിനിധികളെയും അവഹേളിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. നദ്വി പ്രസംഗിച്ച മടവൂരിലായിരുന്നു ആ പ്രതിഷേധം. ചില പ്രതികരണങ്ങളിലേക്ക്. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ച ചില നാറികൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. EMS പോലത്തെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ, ലോകം കണ്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ കുടുംബത്തെ പോലും അവഹേളിക്കാൻ ധൈര്യം കാണിച്ച ഇത്തരം നാറികളെ പേറി നടക്കുന്നവർ കൂടിയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ബഹാവുദ്ദീൻ നദ്വി നടത്തിയ വിവാദ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൂടി കേൾക്കാം. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അത് ഇല്ലാത്തവരാരെന്ന് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, CPIMന്റെ പ്രതിഷേധം ശക്തമായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ അടുത്ത മണിക്കൂറിൽ, അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ഇക്കാര്യത്തിൽ എന്താണ് CPIMന്റെ നിലപാട്? എങ്ങനെയായിരിക്കും ഈ പരാമർശം ഉയർത്തിയ പ്രശ്നങ്ങളെ പാർട്ടി ഇനി നേരിടാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിൽ? ഈ ഒരു പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ മടവൂരിൽ തന്നെ CPIM പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. കടുത്ത ഭാഷയുള്ള ഒരു വിമർശനമാണ് ഈ സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ആ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ളത്. EMSനെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളെയും അവഹേളിച്ചത് ശരിയായില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ ആ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഉയർന്ന വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വൃത്തികെട്ട രീതിയിലാണ് പണ്ഡിത വേഷം ധരിച്ച ചില നാറികൾ പ്രസംഗം നടത്തിയത്. ഇത്തരം നാറികളെ പേറി നടക്കുന്നവർക്കുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇതെന്നാണ് മടവൂരിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധത്തിനിടെ CPIM നേതാക്കൾ പറഞ്ഞത്. മാത്രമല്ല, ഇത് ചെറിയൊരു സൂചനാ പ്രതിഷേധം മാത്രമാണ്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന ഒരു മുന്നറിയിപ്പും ഈ ഒരു ചെറിയ പ്രതിഷേധത്തിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിജയകുമാർ. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.